കുറ്റവാളി ഗോവിന്ദചാമി പിടിയിലായി എന്നുള്ള സൂചനയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. തലയിൽ കൂടി ഒരു വസ്ത്രം ധരിച്ചൊരാളെ മതിൽ ചാടി പോകുന്നത് കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ നാട്ടുകാരുടെ ഒരു സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ ഇപ്പോൾ വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഗോവിന്ദചാമി പിടിയിലായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് വിവരങ്ങൾ? ഗോപിക, ഗോവിന്ദചാമി പിടിയിലായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം. കാരണം അത് പക്ഷേ ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. കണ്ണൂർ വിട്ട് ഇയാൾ പോയിട്ടില്ല. കാരണം ഇന്ന് രാവിലെ തന്നെ പല ഭാഗങ്ങളിലും ഇയാളെ പോലുള്ള ഒരാളെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അതായത് കണ്ണൂർ DCC ഓഫീസിന്റെ സമീപം കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ എത്തിയിരുന്നതായി അവിടുത്തെ പ്രദേശവാസിയായ ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട്, പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇയാളുടെ കയ്യിൽ ഒരു കൈ കെട്ടിയ നിലയിൽ, അത് മറച്ചു പിടിച്ച നിലയിലായിരുന്നു എന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള മൊഴികളെല്ലാം തന്നെ കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ട്. അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും പിടിയിലായ കാര്യത്തിൽ ഇനിയൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് വരേണ്ടത്. വിനീഷ, DCC ഓഫീസ് പ്രദേശത്തെ നാട്ടുകാരാണ് ഈ ഗോവിന്ദചാമിയെ കാണുന്നത്. അവരാണ് ആ പോലീസിനെ വിവരം അറിയിക്കുന്നതും. ഈ വാർത്ത അറിഞ്ഞ ശേഷം അവരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നതും. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നതും, അല്ലേ? തീർച്ചയായും അങ്ങനെ പിടിയിലായി എന്നുള്ളത് നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. കാരണം പോലീസ് വലിയ പിടിയിലാവും. അതായത് വൈകുന്നേരത്തിനകം തന്നെ അയാളെ പിടികൂടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവെച്ചതാണ്. അത്തരത്തിലൊരു നിഗമനം തന്നെയായിരുന്നു DGP ലെവലിലുള്ള ആളുകളും അതുപോലെ തന്നെ കണ്ണൂർ റേഞ്ച് DIG ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതും. കണ്ണൂർ വിട്ടു പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അങ്ങനെ വിട്ടു പോവുകയാണെങ്കിൽ തന്നെ പ്രധാനമായും കാസർഗോഡ് മംഗലാപുരം റൂട്ടാണ്. അവിടെയും കൃത്യമായി തന്നെ പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇയാളുടെ സംശയം, ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് ഇയാളുടെ വസ്ത്രം, ഇയാളുടെ കറുത്ത ഒരു വസ്ത്രവും അതുപോലെ തന്നെ തലയിൽ ഒരു കെട്ടും ഉണ്ട് എന്നുള്ളതാണ് ഈ കണ്ണൂർ DCC ഓഫീസിന്റെ പരിസരത്ത് നിന്ന് കണ്ട ആളുകൾ. അപ്പോൾ ഉടൻ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന് സമീപം ഒരു റബ്ബർ തോട്ടമുണ്ട്. ആ റബ്ബർ തോട്ടത്തിൻ്റെ പരിസരത്തിലൂടെ ഇയാൾ ഓടിപ്പോകുന്നത് കണ്ട ആളുകളുണ്ട്. ഇങ്ങനെ ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് പോലീസ് ഇയാളെ പിടികൂടി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസിനെ നമുക്ക് കൂടുതൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അപ്പോൾ ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് മാത്രം ഗോവിന്ദചാമി പിടിയിലായി എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എവിടെ വെച്ച് എങ്ങനെ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇയാൾ രാവിലെ എത്തിയിരിക്കുന്നത് ഈ DCC ഓഫീസിന്റെ പരിസരത്തുള്ള ആ കാട്, അവിടെ അതിൻ്റെ ആ റബ്ബർ കാടുകളിൽ ഇവിടെ ഓടുന്നത് കണ്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ദൃക്സാക്ഷി മൊഴി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ആ തരത്തിലുള്ള തലത്തിലേക്ക് ഒരു അന്വേഷണം വ്യാപിപ്പിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗോപിക.